സർക്കാർ ഈ വിഷയം എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം അയ്യപ്പൻ ശബരിമല എന്നുള്ളത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്ന് സർക്കാരിന് നേരത്തെ തന്നെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതാ ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രതിപട്ടികയിലുള്ളത്, പ്രതിക്കൂട്ടിലുള്ളത്. എങ്ങനെ ഇത് പ്രതിരോധിക്കാനായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുക? സേഫ് അവരതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് CPM-ന്, സംസ്ഥാന സർക്കാരിനെ മാറ്റി നിർത്തി CPM-ന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ CPM ചെയ്യാൻ പോകുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നത് 6 ആഴ്ചത്തെ സമയം അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പക്ഷെ അന്വേഷണ സംഘത്തിനോട് മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളത് 6 ആഴ്ച സമയം എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു സമയപരിധി നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അത്രയും കാലത്തേക്ക് അത് നീണ്ടു പോകേണ്ടതില്ല. വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച, അമൃതയോട് നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിപ്പോൾ 2019 ദേവസ്വം ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കടന്ന് എന്തായാലും ഇത് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട ബാധ്യതയിലേക്ക് CPM നേതൃത്വം കൂടി എത്തിച്ചേരും. കാരണം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളി സുരേന്ദ്രനാണ് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നത്. അതുകൊണ്ട് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാവായ, പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവായ ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതിനപ്പുറത്തേക്ക് എന്തായാലും കടന്നു പോകില്ല. ഇതിനകത്ത് പ്രതിപട്ടികയിൽ ഇനി ആരൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണെന്ന് നേരത്തെ തന്നെ ദേവസ്വം മന്ത്രിയായ VN വാസവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയായി കണക്കാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽ വരും ദിവസങ്ങളിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പരിധി കൂടി കടന്ന് പത്മകുമാറിനെ പ്രതിയാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിപട്ടികയിൽ നിറഞ്ഞ് ചോദ്യം ചെയ്ത് അതിനകത്ത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിച്ച് കാണാൻ CPM നേതൃത്വം തയ്യാറല്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് അമൃത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൊട്ടാൽ പൊള്ളും. CPM-നാണെങ്കിൽ തൊട്ടാൽ അത് ആ വിഷയം പൊള്ളും എന്നറിയാം, പൊള്ളിയാലൊട്ട് ഉണങ്ങില്ല എന്നും കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെ വളരെ ഗൗരവത്തിൽ കണ്ട് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് CPM നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഇതിനകത്തൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനം കൂടി CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അമൃത.